പ്രിയപ്പെട്ട ഇടതുപക്ഷം ഹൃദയപക്ഷം കൂട്ടായ്മയിലെ അംഗങ്ങളെ, പ്രിയപ്പെട്ട അതിൻ്റെ നേതാക്കളെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഗാന്ധിയുടെ 77ാം രക്തസാക്ഷി ദിനാചരണമാണ് 30-ാം തീയതിയായ ഇന്ന് ആചരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തെ സ്വതന്ത്രമാക്കിയെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച, സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾക്ക് ഇടതടവില്ലാതെ നേതൃത്വം കൊടുത്ത ഇന്ത്യയുടെ മഹാത്മാവായി അംഗീകരിക്കുകയും വാഴ്ത്തപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി മാറിയ, ഇന്ത്യയുടെ പിതാവായി മാറിയ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏതൊരു കാലഘട്ടത്തിലായാലും എത്ര വർഷം കഴിഞ്ഞിട്ടായാലും ആശ്ചര്യവും അപകടഭീതിയും ഉയർത്തുന്ന, നമ്മുടെ മനസ്സിനകത്ത് എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് കൊല്ലപ്പെടേണ്ടി വന്നത് എന്ന് ചോദ്യമുന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യമായി, രാഷ്ട്രീയ ആശങ്കയായി ഓരോ ഇന്ത്യക്കാരൻ്റെ ഉള്ളിലേക്കും കടന്നു വരുന്ന ഒരു ദിവസമാണെന്ന്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ രൂപപ്പെടുത്താൻ, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനകത്തെ ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും അവകാശത്തിനും വേണ്ടി പോരടിച്ച മഹാത്മാവായ മനുഷ്യൻ്റെ ജീവനെടുത്ത കാപാലികർ, ഗോഡ്സെ എന്ന് പറയുന്ന സംഘപരിവാരത്തിലെ പ്രമുഖ സംഘടനയായ ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന നാഥൂറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന മതഭ്രാന്തനായ കാപാലികൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള, അദ്ദേഹത്തിൻ്റെ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ സംഘമാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ രാജ്യം എത്രമാത്രം അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് തന്നെ, ഗാന്ധി രക്തസാക്ഷി ദിന അനുസ്മരണ പരിപാടി എന്ന് പറയുമ്പോൾ തീർച്ചയായും ഗാന്ധിയെ സ്മരിക്കുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും എല്ലാം കാത്തു സൂക്ഷിക്കുന്ന പുതിയ കാലഘട്ടത്തിലെ പുതിയ തലമുറയുടെ ഓർമ്മകളിലേക്ക് ഇന്ത്യ എന്ന ആശയത്തെ, കൃത്യമായും നിലനിന്നിരുന്ന ഇന്ത്യ എന്ന ആശയത്തെ അവരുടെ ചിന്തകളിലേക്കും ഓർമ്മകളിലേക്കും എത്തിച്ചു കൊടുക്കുക എന്ന വലിയ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് അനുസ്മരണ പരിപാടിയെ ഞാൻ നോക്കി കാണുന്നത്. കാരണം ഗാന്ധിയെ എന്തിന് കൊലപ്പെടുത്തിയെന്ന് ഗോഡ്സെയോട് ചോദിച്ചപ്പോൾ ഗോഡ്സെ പറഞ്ഞൊരു മറുപടിയുണ്ട്. ആ മറുപടി, എനിക്ക് വ്യക്തിപരമായി ഗാന്ധിയോടൊരു വിരോധവുമില്ല, എനിക്ക് ഗാന്ധിയോട് വിരോധമോ വിദ്വേഷമോ ഇല്ല, എന്നാൽ കൊലപാതകം തീർത്തും പൂർണ്ണമായും രാഷ്ട്രീയമാണ് എന്ന് മറുപടി പറഞ്ഞ വ്യക്തിയാണ് നാഥൂറാം വിനായക് ഗോഡ്സെ. അതായത് ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ഹിന്ദുമത വിശ്വാസിയായി ഇന്ത്യ രാജ്യത്തിനകത്ത് ഹിംസയല്ല അഹിംസയാണ് സമരായുധമെന്നും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്നും പറഞ്ഞ് പാതി വസ്ത്രമുടുത്ത് ലളിതമായ ജീവിതം നയിച്ച് ഈ പ്രായമെത്തിയിരിക്കുന്ന ഒരു ഊന്നുവടിയുടെ സഹായം പോലുമില്ലാതെ നടക്കാൻ പോലും കഴിയാതിരുന്ന വന്ധ്യവയോധികനായ ഒരു മനുഷ്യൻ്റെ ഇടനെഞ്ചിലേക്ക് 3 തവണ വെടിയുതിർത്ത് കൊലപ്പെടുത്തണമെങ്കിൽ തീർത്തും ആ മനുഷ്യനോടുള്ള വ്യക്തിവിരോധമല്ല എന്നും അതിൽ പൂർണ്ണമായും രാഷ്ട്രീയമാണെന്നും ആ രാഷ്ട്രീയം പൂർണ്ണമായും ഇന്ത്യക്ക് വിരുദ്ധമായ,
ഇന്ത്യ എന്ന സങ്കല്പത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മതനിരപേക്ഷതയും ജനാധിപത്യവും തകർക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന, അതിന് നേതൃത്വം കൊടുത്തിരുന്ന, ഏറ്റവും മഹത്തായ നേതൃത്വം കൊടുത്തിരുന്ന ഒരു വ്യക്തിയെ തന്നെ കൊലപ്പെടുത്തുന്നതിലൂടെ ഈ പറഞ്ഞ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും തകർക്കുക വഴി ഇന്ത്യ എന്ന പൂർണ്ണ സങ്കല്പത്തെയും ഇല്ലാതാക്കി സംഘപരിവാരം 1925 അവരൂപീകരിക്കുമ്പോൾ ലക്ഷ്യം വെച്ചത് എന്താണോ ആ ഹിന്ദുത്വ രാഷ്ട്ര രൂപീകരണത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയായാണ് ഗാന്ധിയെ കൊലപ്പെടുത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കാരണം ഗാന്ധി ഹിന്ദുത്വ തീവ്രവാദികൾക്ക് ഒരു വിലങ്ങുതടിയായി നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാക്കപ്പെട്ടതിന് ശേഷവും സംഘപരിവാരം ലക്ഷ്യം കണ്ടതുപോലെ, സംഘപരിവാരം സ്വപ്നം കണ്ടതുപോലെ ഇന്ത്യ സ്വതന്ത്രമാക്കപ്പെടുകയും ഇന്ത്യയിൽ നിന്ന് ജിന്നയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം വിഭജിച്ച് രൂപപ്പെടുകയും ചെയ്തതിന് ശേഷവും ഇന്ത്യയെ ഹിന്ദു മതവിഭാഗത്തിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഹിന്ദുസ്ഥാനായി, വാക്കുകളിൽ ഹിന്ദുസ്ഥാൻ എന്ന് നമ്മൾ മുൻപ് പൊതുവിൽ പറഞ്ഞിരുന്ന ഇന്ത്യയെ ഹിന്ദുക്കളുടെ ആധിപത്യമുള്ള രാജ്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ സംഘപരിവാരത്തിൻ്റെ സ്വപ്നത്തിന് തടയിടുന്ന നിലയിലായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷവും രാജ്യത്തിനകത്ത് ഗാന്ധി എടുത്ത നിലപാടുകൾ എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് വളരെയധികം വ്യക്തമാക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം രൂപപ്പെട്ടിട്ടും പാകിസ്ഥാന് അവകാശപ്പെട്ടതിലേക്ക് കൃത്യമായും പാകിസ്ഥാന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അടക്കം ഇന്ത്യക്കകത്ത് സമരം ചെയ്യാനും ഇന്ത്യക്കകത്ത് അതിനുവേണ്ടി വാദിക്കാനും ഗാന്ധിയെ പോലൊരാളുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഗാന്ധി ഏത് വിധേനയായാലും മതനിരപേക്ഷതയുടെ വഴിയിലൂടെ, ജനാധിപത്യത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കൂ എന്ന് സംഘപരിവാരത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. നല്ല ഹിന്ദുവാണ് എന്ന്, സനാതന ഹിന്ദുവാണ് എന്ന് അവകാശപ്പെടുകയും സനാതന ഹിന്ദുവാണ് എന്ന് പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തി മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും കൂടി വേണ്ടി രാജ്യത്ത് നിലകൊള്ളുമ്പോൾ അതിനെ തകർത്താലല്ലാതെ രാജ്യത്തിനകത്തെ മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിന് കോട്ടം വരുത്താൻ കഴിയില്ലെന്നും, അതിലൂടെയല്ലാതെ ഇത്തരത്തിലൊരു ഐഡൻറ്റിറ്റി സംഘപരിവാരത്തിന് രാജ്യത്തിനകത്ത് ഉണ്ടാക്കണമെങ്കിൽ രാജ്യത്തിനകത്ത് രാഷ്ട്രപിതാവിനെ ആയാലും ശരി, മഹാത്മാവായാലും ശരി, ആരായാലും ശരി, ജനാധിപത്യത്തിന് വേണ്ടി സംസാരിക്കുന്നവരാരായാലും, മതനിരപേക്ഷതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരാരായാലും അവരെ ഞങ്ങൾ ഇല്ലാതാക്കി കളയും, തകർത്ത് കളയും. ഇന്ത്യ എന്നത് അത്തരമൊരു ചിന്തയിലേക്ക് കൊണ്ടുപോകേണ്ട രാജ്യമല്ല. ഇന്ത്യ എന്നത് പാകിസ്ഥാൻ വിഭജിക്കുന്നതോടുകൂടി പാകിസ്ഥാൻ മുസ്ലിം മതവിഭാഗത്തിൻ്റെയും ഇന്ത്യ ഹിന്ദു മതവിഭാഗമായിട്ടുള്ള ഭൂരിപക്ഷ സമുദായമെന്ന് അവകാശപ്പെടുന്ന നിലയിലേക്ക് ഇന്ത്യ മാറുകയും ചെയ്തപ്പോൾ അത് ഹിന്ദുത്വത്തിൻ്റേതുമാണ് എന്ന രീതിയിലേക്ക് സംഘപരിവാരം മാറ്റിക്കൊണ്ടുവരാനുള്ള ആദ്യത്തെ ഏറ്റവും ശക്തിയേറിയ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഗാന്ധിയെ കൊലപ്പെടുത്തുന്നത്. അതാണ് സംഘപരിവാർ ആദ്യം നടത്തിയ ഒരു വിജയമായി കണ്ട ഏറ്റവും വലിയ കാര്യം. ഗാന്ധിയെ കൊലപ്പെടുത്തിയത് നാഥൂറാം വിനായക് ഗോഡ്സെയാണെന്നും അത് ഹിന്ദു മഹാസഭയുടെ നേതാവാണെന്നും ഹിന്ദു മഹാസഭ സംഘപരിവാർ സംഘടനയാണെന്നും അവരിപ്പോഴും അംഗീകരിക്കുന്നുണ്ട്. എന്തിനു പറയുന്നു? ഗാന്ധിയെ കൊലപ്പെടുത്തി വർഷങ്ങൾക്കിപ്പുറവും ഗാന്ധിയുടെ ചിത്രത്തിന് നേരെ ഇതേ ഹിന്ദു മഹാസഭയുടെ നേതാക്കൾ വെടിയുതിർത്ത കാഴ്ച വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഗാന്ധിയെ കൊലപ്പെടുത്തിയതിൻ്റെ പേരിൽ രാജ്യത്തിനകത്ത് മധുരം വിതരണം ചെയ്ത കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ സംഘപരിവാരത്തിൻ്റെ എല്ലാ ലക്ഷ്യവും തുടങ്ങുന്നത്, എല്ലാ പ്രവർത്തനങ്ങളും തുടങ്ങുന്നത് 1925 അവർ രൂപപ്പെടുത്തിയെങ്കിലും സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ യാതൊരുവിധ പങ്കുവഹിക്കാതെ 1925 മുതൽ 1947 വരെ നിന്നിരുന്നവർ 1947 ശേഷം രാജ്യത്തിൻ്റെ അവകാശികളായി മാറാനുള്ള ശ്രമമാണ് നടത്തിയത്. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വിരോധാഭാസകരമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് നമുക്കതിൻ്റെ അനുഭവം നേരിട്ട്
ബോധ്യപ്പെടുകയാണ്. അതായത് രാജ്യത്തെ തകർക്കാൻ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയവർ തന്നെ ഇന്ന് നാം ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്തിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലമായി തുടർച്ചയായി അധികാരത്തിലെത്താൻ അവർക്ക് സാധ്യമായിട്ടുണ്ട്. അതിനുശേഷവും ചരിത്രത്തിൽ ആദ്യമായി ഒരു മൂന്നാമതും അധികാരത്തിലെത്താൻ കഴിയുന്നവരായി രാജ്യത്തെ സംഘപരിവാർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതവർ ലക്ഷ്യം വെച്ചതുപോലെ തന്നെ രൂപീകരിച്ച് 100 വർഷങ്ങൾക്ക് ശേഷം അവർ കൃത്യമായി ലക്ഷ്യം വെച്ച് അവകാശപ്പെട്ട് അജണ്ടകൾ തയ്യാറാക്കിയത് പ്രകാരമുള്ള കൃത്യമായ പ്രവർത്തനങ്ങളെ അവർ നടപ്പിലാക്കി വരികയും രാജ്യത്തിനകത്ത് അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന അവസാന ഘട്ടത്തിലേക്ക് കടക്കാവുന്ന നിലയിൽ നമ്മുടെ രാജ്യത്തെ മാറ്റി തീർത്തിരിക്കുകയുമാണ്. ഇവിടെ ജനാധിപത്യവും മതനിരപേക്ഷതയും ശക്തിപ്പെടുന്നതല്ലാതെ നമുക്ക് ഗാന്ധിയെ അനുസ്മരിക്കുന്നതിലൂടെ നമ്മുടെ രാജ്യത്തിനൊരു സന്ദേശവും കൊടുക്കാനില്ല. ഗാന്ധിയെ അനുസ്മരിക്കുന്നതിലൂടെ മതവർഗീയതക്കെതിരായി, ഗാന്ധിയെ അനുസ്മരിക്കുന്നതിലൂടെ ജനാധിപത്യത്തിന് വേണ്ടി, ഗാന്ധിയെ അനുസ്മരിക്കുന്നതിലൂടെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളാനുള്ള പുതിയ സമൂഹത്തെ അവരെ രാജ്യത്തിൻ്റെ രാഷ്ട്ര താല്പര്യത്തിന് വേണ്ടി രാഷ്ട്രീയവൽക്കരിക്കുക എന്നതിലേക്ക് നമ്മുടെ നാട് കടന്നു പോകേണ്ടതുണ്ട്. ഉപ്പു സത്യാഗ്രഹ വേളയിൽ ഗാന്ധിയെ നേരിട്ട് കണ്ട വള്ളത്തോള് ഗാന്ധിയോട് സംസാരിച്ചതിന് ശേഷം എഴുതിയ വരികളുണ്ട്. ക്രിസ്തുദേവനിലെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണനാം ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ബുദ്ധന്റെ അഹിംസയും രന്തിദേവന്റെ ദയാവായ്പും ശ്രീഹരിചന്ദ്രനിലുള്ള സത്യവും മുഹമ്മദിൻ സ്ഥൈര്യവും ഒരാളിൽ ചേർന്ന് ഒത്തുകാണണമെങ്കിൽ നിങ്ങൾ ഗാന്ധിയിലേക്ക് വരിക എന്നതാണ്. അതായത് ലോകത്തിനകത്തെ മനുഷ്യർ ഇഷ്ടദൈവങ്ങളായി, ഇഷ്ടദേവന്മാരായി, ആരാധനാ കഥാപാത്രങ്ങളായി തങ്ങളുടെ സങ്കടത്തെ, തങ്ങളുടെ വേദനകളെ, തങ്ങളുടെ വിഹ്വലതകളെ, തങ്ങളുടെ വിഷമങ്ങളെ, തങ്ങളുടെ സന്തോഷങ്ങളെ എല്ലാം പങ്കുവെക്കാൻ കഴിയുന്ന അതിമനോഹരമായ ശക്തിയായി നിലകൊള്ളുന്ന എന്തൊക്കെ സംവിധാനങ്ങളാണോ, എന്തൊക്കെ സങ്കല്പങ്ങളാണോ ഈ ലോകത്തിനകത്ത് നിലനിൽക്കുന്നത്, ആ സംവിധാനങ്ങളെയും സങ്കല്പങ്ങളെയും മഹത്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെയും എല്ലാം ചേർന്ന് ഒരാളിൽ ചേർന്ന് ഒത്തു കാണണമെങ്കിൽ, എല്ലാം ചേർന്ന ശൈലികളും പ്രവൃത്തികളും അടങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യനിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഗാന്ധിയിലേക്ക് വരിക എന്നാണ്. അതായത് ലോക മനസാക്ഷിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഗാന്ധി നടത്തിയിരുന്നത്. ഗാന്ധി ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും ഗാന്ധി വഹിച്ച പങ്ക് വളരെ വലുതാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്ത് ഇന്നും ഇന്ത്യ എന്ന് പറയുന്നൊരു രാജ്യം ഇതുപോലെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ, ഇത്തരം വർഗീയവാദികൾ ഇത്തരത്തിലെല്ലാം നമ്മുടെ നാടിനെ തകർക്കാൻ ശ്രമിച്ചിട്ടും അത് തകരാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച വ്യക്തികളിൽ ഒരാൾ അത് മഹാത്മാ ഗാന്ധിയാണ്. കാരണം രാജ്യത്തെ മതനിരപേക്ഷതയെ നിലനിർത്തുക, ജനാധിപത്യത്തെ നിലനിർത്തുക എന്നത് ആയിരുന്നു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഗാന്ധി എടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സ്വതന്ത്രമാക്കപ്പെട്ട ഇന്ത്യക്ക് മുന്നിൽ ഗാന്ധി ഉയർത്തിയ ഏറ്റവും ഉയർന്ന നിലപാട് എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റുവിനെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. എന്തിന് ജവഹർലാൽ നെഹ്റുവിനെ തെരഞ്ഞെടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഗാന്ധിയുടെ മറുപടിയായി വരുന്നത്, ഇന്ത്യ രാജ്യത്തിനകത്ത് പട്ടേലിനെ പോലെ, ബാലഗംഗാധര തിലകനെ പോലെ ഒരുപാട് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുണ്ടായിട്ടും, സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ളവരുണ്ടായിട്ടും, നമ്മുടെ രാജ്യത്തിന് പ്രധാനമന്ത്രിയാകാൻ യോഗ്യനായി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പട്ടേലിനെ രാജ്യത്തിനകത്ത് പലരും ഉയർത്തിക്കാട്ടിയപ്പോഴും പട്ടേലിനെ പോലൊരാളെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കാതെ നിരീശ്വരവാദിയായ സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായ ജവഹർലാൽ നെഹ്റുവിനെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കിയത് ഇന്ത്യ എന്ന സങ്കല്പത്തിൻ്റെ അടിത്തറ നിലനിന്നിരുന്നത് മതനിരപേക്ഷതയിലാണ് എന്നതുകൊണ്ടാണ്. ആ മതനിരപേക്ഷതയെ തകർക്കാനുള്ള എല്ലാ വഴികളും അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തിനകത്ത് സൃഷ്ടിച്ചിട്ടാണ് കടന്നുപോയത് എന്ന നല്ല തിരിച്ചറിവ് ഗാന്ധിക്ക് ഉണ്ടായതുകൊണ്ടാണ്
നിരീശ്വരവാദിയായ ജവഹർലാൽ നെഹ്റുവിനെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കിയതും അതിലൂടെ രാജ്യത്ത് മത അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ ഒരു രാജ്യത്തെ നയിക്കണമെങ്കിൽ അതൊരു നിരീശ്വരവാദിക്ക് കഴിയൂ എന്ന് തീരുമാനിക്കാൻ മതവിശ്വാസിയായ മഹാത്മാഗാന്ധി മുന്നോട്ട് വരുന്നു എന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും ഭംഗിയേറിയ, ഇന്ത്യയുടെ ഏറ്റവും സൗന്ദര്യമേറിയ സങ്കല്പബോധം എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ സങ്കല്പബോധവും നമ്മുടെ രാജ്യത്തിനകത്ത് നിലനിർത്താൻ വലിയ പങ്ക് വഹിച്ച, നേതൃത്വം കൊടുത്ത മഹത് വ്യക്തിയായി നമുക്ക് ഗാന്ധിയെ മറ്റൊരിടത്ത് കാണാൻ വേണ്ടി കഴിയും. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. അപ്പോൾ രാജ്യത്തെ തകർക്കാൻ അവർ പ്രധാനമായും മതവർഗീയവാദികളായി അവർക്ക് നേതൃത്വം കൊടുത്തിരുന്ന സംഘപരിവാർ നമ്മുടെ രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഗാന്ധിയെ കൊലപ്പെടുത്താനുള്ള ശ്രമം അവർ നടത്തുകയും അതിലവർ ലക്ഷ്യത്തിലെത്തുകയും ചെയ്തതിനു ശേഷം വർഷങ്ങൾക്കിപ്പുറവും അതേ ലക്ഷ്യത്തിൽ, അതേ ഗൗരവത്തിൽ അവർ നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ തുടർച്ചയാണ് നമ്മുടെ രാജ്യത്തിനകത്ത് ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ അവർ നടപ്പിലാക്കി വരുന്ന നയങ്ങളും നിലപാടുകളുമെല്ലാം. ഇവിടെ ഏതെങ്കിലും ഘട്ടത്തിൽ സംഘപരിവാരം എടുക്കുന്ന ഒരു നയത്തെയോ നിലപാടിനെയോ മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിലും അവരെടുത്ത രാഷ്ട്രീയ നിലപാടുകൾ, അവരെടുത്തിട്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റത്തിന് അവരെടുക്കുന്ന ആയുധങ്ങൾ, ഇവയെല്ലാം നമ്മുടെ സമൂഹത്തെ കൃത്യമായി ബോധവൽക്കരിക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജാതിമത ചിന്തകളിലേക്ക് കൂടുതൽ ആകൃഷ്ടരായി നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾ കടന്നു ചെല്ലുന്നു. മുൻകാലങ്ങളിൽ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായി ആചാരങ്ങളെ കൂടുതൽ വളർത്തിയെടുക്കാനും അത്തരം ചില ദുരാചാരങ്ങളിൽ വരെ നമ്മുടെ സമൂഹത്തിലെ വിദ്യാസമ്പന്നരായ ആളുകൾ പോലും എത്തിപ്പെടുന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യത്തെ മാറ്റിയെടുക്കുന്നു. രാജ്യത്തിനകത്തെ വൈവിധ്യങ്ങളെ പൂർണ്ണമായി തകർക്കുക എന്നത് സംഘപരിവാറിനെ സംബന്ധിച്ച് ഒരു സാംസ്കാരിക പ്രവർത്തനമായാണ് അവർ കാണുന്നത്. അവർ തന്നെ അവകാശപ്പെടുന്നത് RSS എന്നത് ഒരു സാംസ്കാരിക സംഘടനയാണ്, രാഷ്ട്രീയ സംഘടനയല്ല എന്നാണ്. അതായത് ഇന്ത്യയുടെ സംസ്കാരത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ളതാണ് അവർ. അതവർക്ക് കൃത്യമായിട്ട് അറിയാം. അവരുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. അവരുപയോഗിക്കുന്ന വാക്കുകൾ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. അവർ അത്രയും പ്രാധാന്യത്തിലൂടെ അവരുടെ വാക്കുകളെയും അവർ പ്രയോഗിക്കാറുള്ളൂ. സാംസ്കാരിക സംഘം എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്ന സംസ്കാരത്തെ നശിപ്പിക്കുക, അല്ലെങ്കിൽ പുതിയൊരു ഇന്ത്യൻ സംസ്കാരത്തെ രൂപപ്പെടുത്തുക, ഇതാണ് അവർ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായാണ് അവർ മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകളെയും ക്രിസ്ത്യാനികളെയും ഇവരെയെല്ലാം ശത്രുക്കളായി പ്രഖ്യാപിച്ചത്. നമ്മുടെ നാടിനകത്ത് മിഷണറി മെറ്റീരിയലിസവും ഒക്കെ ശത്രുക്കളായി വരുന്നത് അങ്ങനെയാണ്. ശത്രുവിനെ പ്രഖ്യാപിച്ച് ഇല്ലാതാക്കുന്ന നിലയിലേക്ക് അവർ അവസാന ഘട്ടത്തിലേക്ക് അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് അതിനെ ആക്രമിക്കാൻ ഉള്ള നിലയിലേക്ക് അവർ വന്നു. രാജ്യത്തിനകത്ത് അവർ നടപ്പിലാക്കുന്ന അജണ്ടകളെ വളരെയധികം പ്രകടമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. അതിൻ്റെ ഭാഗമാണ് പൗരത്വ ഭേദഗതി നിയമം. അതിൻ്റെ ഭാഗമായിട്ടാണ് മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കി മാറ്റിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കശ്മീരിൻ്റെ പ്രത്യേക പദവിയെ എടുത്തു കളയുന്നത്. ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഓരോ വർഗീയ കലാപങ്ങളും ഓരോ നാടിനകത്തും നടക്കുന്നത്. മണിപ്പൂരിലാകട്ടെ, ഗുജറാത്തിലാകട്ടെ, ഉത്തർപ്രദേശിലാകട്ടെ നടക്കുന്ന വർഗീയ കലാപങ്ങളെല്ലാം ഇതിൻ്റെ അടയാളങ്ങളായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. മാട്ടിറച്ചിയുടെ പേര് പറഞ്ഞ് മനുഷ്യനെ കൊലപ്പെടുത്തുന്നതും നമ്മുടെ നാടിനകത്ത് അവർക്കെതിരായി സംസാരിക്കുന്ന ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന എഴുത്തുകാരെയും സാംസ്കാരിക പ്രവർത്തകരെയും ഒരു മടിയും കൂടാതെ കൊലപ്പെടുത്തി അവതരിപ്പിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. നാടിനകത്ത് ദളിതരെ ആക്രമിക്കുന്നതും കൊലപ്പെടുത്തുന്നതും അതിൻ്റെ ഭാഗമായിട്ടാണ്. ഏതെല്ലാം രൂപത്തിലാണോ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഭയവും ആശങ്കയും അതോടൊപ്പം അവരുടെ അജണ്ടയും കടത്തിവിടാൻ വേണ്ടി കഴിയുക, അതെല്ലാം അവർ വളരെ പ്രകടമായി ചെയ്യും എന്നുള്ളതാണ് സംഘപരിവാറിൻ്റെ പ്രത്യേകത. അത് മറച്ചുവെച്ച രാഷ്ട്രീയ പ്രവർത്തനത്തിനോ മറച്ചുവെച്ച സാംസ്കാരിക പ്രവർത്തനത്തിനോ മറച്ചുവെച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിനും അവർ തയ്യാറല്ല. എല്ലാം പ്രകടമാക്കിക്കൊണ്ടിരിക്കും, എല്ലാം ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കും.
അങ്ങനെയാണ് അവർ മുന്നേറാൻ ശ്രമിക്കുന്നത്. നമ്മൾ പറയുന്നത് നമ്മളെക്കാൾ ഗൗരവത്തിൽ വീക്ഷിക്കാനും കേൾക്കാനും അവിടെ മതവർഗീയവാദികളും രാഷ്ട്രീയ ശത്രുക്കളും കാതോർത്ത് നിൽക്കുന്നുണ്ടാകും. വിജയമാഷ് സൂചിപ്പിച്ചത് അതാണ്. നമ്മൾ പറയുന്നത് നമ്മളെക്കാൾ ഗൗരവത്തോടു കൂടി അവർ വീക്ഷിക്കുകയും അവർ മനസ്സിലാക്കുകയും അവർ ഗ്രഹിക്കുകയും ചെയ്യും. കാരണം നമ്മുടെ അടുത്ത ചുവട് എന്താണെന്ന് വളരെ വ്യക്തമാക്കിയാണ് അവർ നാളേക്കുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ മറ്റന്നാൾ എന്ത് വേണം എന്ന് തീരുമാനിക്കുന്ന നിലയിലേക്ക് സംഘപരിവാരം ഒരുക്കുകൂട്ടും. ഹിറ്റ്ലറെ പോലെ മുസോളിനിയെ പോലെയുള്ളവരെ ആരാധ്യ കഥാപാത്രങ്ങളായി അവരുടെ പ്രവർത്തനങ്ങളെ അവരുടെ രീതികളെ എല്ലാം സ്വീകരിച്ചുകൊണ്ട് അത് അവർക്ക് വഴികാട്ടിയായി സംഘപരിവാർ സ്വീകരിക്കുന്നതും അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിയെ കൊലപ്പെടുത്തിയതിലൂടെ ഇന്ത്യക്കകത്ത് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അവരുടെ രൂപീകരണത്തിന് ശേഷം 1925 മുതൽ 2025 എത്തുന്ന 100ാമത് വർഷത്തിലാണ് നമ്മൾ ഈ അനുസ്മരണ പരിപാടി നടത്തുന്നത് എന്നും ഇതേ 2025 ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ രാഷ്ട്രത്തെ ഹിന്ദുത്വവൽക്കരിക്കാൻ വേണ്ടി സംഘപരിവാർ ഒരുക്കൂട്ടിയിരിക്കുന്നത് എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ജനാധിപത്യത്തിന് വേണ്ടി ഇന്ത്യക്കകത്തെ സർവാധികം മനുഷ്യരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മൗലികാവകാശങ്ങളെ നിലനിർത്തുന്നതിന് വേണ്ടി രാജ്യത്തിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വലിയ ഇടപെടൽ, വലിയ പ്രവർത്തനം, വലിയ പോരാട്ടം, വലിയ ബോധവൽക്കരണം, വലിയ രാഷ്ട്രീയ ഇടപെടൽ നമുക്ക് ഈ സമൂഹത്തിനകത്ത് പുതിയ തലമുറയ്ക്കകത്ത് വരുംകാലത്ത് വലിയ തോതിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അതിലൂടെ ഗാന്ധി എന്ന് പറഞ്ഞ മഹത്തായ മനുഷ്യൻ്റെ മഹാത്മാഗാന്ധിയുടെ ജീവിത ലക്ഷ്യത്തെയും അവർ മുന്നോട്ട് വെച്ച രാഷ്ട്രസങ്കല്പത്തെയും രൂപപ്പെടുത്തിയെടുക്കാനും ഇന്ത്യയെ ഇന്ത്യയായി നിലനിർത്താനും നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് മാത്രം ഈ അനുസ്മരണ പരിപാടി നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളെയും ഗ്രൂപ്പ് അംഗങ്ങളെയും എല്ലാവരെയും DYFI കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. പ്രിയമുള്ള സഖാക്കളെ, അഭിവാദ്യങ്ങൾ.